വീണ്ടും ഞങ്ങൾക്ക് കടുവയുടെ പക്മാർക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. നല്ല വലിയ കടുവയുടെ കാൽപ്പാടാന്ന് തോന്നുന്നു. കാട്ടിലെ ട്രക്കിങ്ങിനായിട്ട് വരുന്നവർ കഴിവതും ബ്രൈറ്റായിട്ടുള്ള കളർ ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാട്ടിൽ ഉപേക്ഷിക്കരുത്. കാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കുറേ നേരം കാട്ടിൽ നടന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈറ്റിംഗാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ബാർക്കിംഗ് ഡിയർ. നമ്മൾ നേരത്തെ കണ്ടത് സാമ്പാർ ഡിയറാണ്. ഇത് ബാർക്കിംഗ് ഡിയർ. ഈ ബാർക്കിംഗ് ഡിയറിനെ എനിക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർ കരിയിലയിൽ ചവിട്ടി വരുന്നതിൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്ക് ഇവൻ പതിയെ ഓടിക്കളഞ്ഞ്. ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം ഉണ്ടാകും. നല്ല രസം അന്നേരം കാണാൻ. താഴത്തേക്ക് അത്യാവശ്യം താഴ്ചയുണ്ട്. കാട്ടിലെ അരുവിയിലെ വെള്ളം യാതൊരു പേടിയും കൂടാതെ നമുക്ക് കുടിക്കാൻ സാധിക്കും. ഇവിടെ യാതൊരു മലിനവുമില്ല. ഈ കുപ്പിക്കകത്ത് കാണുന്ന പുൽത്തൈലത്തിൻ്റെയാണ്. നമുക്ക് വെറുതെ ഈ പുൽത്തൈലത്തിൻ്റെ പുല്ലെടുത്ത് വെള്ളത്തിനകത്തിട്ട് നമുക്ക് കുടിക്കാം. ശരീരത്തിന് നല്ലതാണ്. ഞാൻ നടന്ന് മുമ്പോട്ട് പോകുമ്പം എനിക്ക് നിലത്തുനിന്ന് ഒരു സാധനം കിട്ടിയായിരുന്നു. അതാണിത്, മുള്ളം പന്നിയുടെ മുള്ള്.
നമ്മുടെ കൂടെ ഉള്ളവരാണ് ആ നിൽക്കുന്നത്, നമ്മുടെ മുമ്പിൽ പോയവർ. അവരവിടെ ചെന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരവിടെ എന്തോ കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇനി അവരുടെ അടുത്തേക്ക് നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം, കാരണം അവരെന്നാ കാണുന്നത് നമുക്കറിയില്ലല്ലോ. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും കുറേ നേരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ആനയെ കാണണമെന്ന്. അതും ഈ ട്രിപ്പിൽ സാധിച്ചു. നമ്മൾ ഈ കാണുന്ന 3 ആനയെ കൂടാതെ വേറെയും ആന കാടിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഓടിക്കുന്ന ഒച്ച കേൾക്കാൻ സാധിക്കും. ഈ നിൽക്കുന്ന 3 ആനയിൽ ഒരാന കൊമ്പനാണ്. നമ്മളങ്ങനെ ആനയെ കണ്ട് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. ആ കാണുന്ന ലേക്കിൻ്റെ ഒരു അറ്റമാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മരത്തിൽ കിടക്കുന്ന ബ്രൗൺ കളർ കാ കണ്ടോ? ഇതാണ് മരോട്ടിക്ക. നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഈ മരോട്ടിക്ക അറിയാമായിരിക്കും. Actually, this is very hard. Yeah. Is it sweet? No. Do you get some good videos of the Wild curry leaf. ഈ കാണുന്ന ചെടി കാട്ടുകറിവേപ്പിലയാണ്. നമ്മുടെ നാട്ടിലെ കറിവേപ്പില ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ കാട്ടിലെ കറിവേപ്പിലും കറിക്കകത്ത് ഉപയോഗിക്കാവുന്നതാണ്. Oh yeah. But I want See. to smell the cinnamon leaf. This one. You want to smell? If it's cinnamon. Yeah. Wow. Let's eat. ഈ കാണുന്നത് കരിങ്കുരങ്ങാണ്. കരിങ്കുരങ്ങുകൾ പൊതുവെ നാണം കുണികളാണ്. നമ്മൾ അവരുടെ നേരെ ക്യാമറ നീട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അപ്പം ഓടി ഒളിക്കും.
ഇതാണ് പെരിയാർ ലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളമാണ്. വെള്ളം നന്നായിട്ട് താന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ അധികം മരക്കുറ്റികളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ വെള്ളം കിടക്കുന്ന കാടിനോട് ചേർന്നിട്ടായിരിക്കും. ഈ കിടക്കുന്ന വലിയ ചങ്ങാടം കണ്ടോ? ഇതാണ് ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ചങ്ങാടം. ഈ ഹാഫ് ഡേ പ്രോഗ്രാം നടക്കുന്നത് ഈ പെരിയാർ ലേക്കിലാണ്. ഈ പെരിയാർ ലേക്കിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ്ങും ഉള്ളത്. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇറങ്ങുക. നമ്മളിങ്ങനെ നടന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു കാട്ടുപോത്തിൻ്റെ തല കാണാം. കടുവ പിടിച്ച കാട്ടുപോത്തിൻ്റെ തലയാണിത്. തല മാത്രമല്ല, ബാക്കി എല്ലിൻ്റെ കഷ്ണങ്ങളും ഇവിടെയുണ്ട്. ഈ കാണുന്ന എല്ലും കഷ്ണങ്ങൾക്കൊക്കെ കുറച്ച് പഴക്കമുള്ളതാണ്. You got it? See, just there. ഇവിടെ ഒരു മലയണ്ണാനെ കാണാം. നമ്മൾ നേരത്തെ ആനയെ കണ്ട സ്പോട്ടില്ലേ, അവിടെ വെച്ചും ഇവർ ഇതുപോലായിരുന്നു. മുമ്പിൽ പോയിട്ട് ഇവർ നിൽക്കുമായിരുന്നു. ഇപ്പോഴും അതുപോലെ എന്തോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവർ നിൽക്കുന്നത്. അവർ ഈ കാട്ടിയെ കണ്ടിട്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. ബാക്കി കാട്ടികളെല്ലാം ഓരോ വഴിക്ക് ഓടിക്കളഞ്ഞ് ഒരേ ഒരു കാട്ടി മാത്രം നമ്മളെ പേടിപ്പിക്കാനായിട്ട് അവനവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ വഴി രണ്ടായിട്ട് തിരിയുകയാണ്. ഇനി നമ്മൾ പോകുന്ന ഈ ചെറിയ വഴി കൂടിയാണ്. ഞാൻ കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന ജനറ്റിനെ കാണാനില്ല. ഞാൻ ചെന്ന് അടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ജനറ്റ് അവിടെ തൊട്ടാവാടിയും തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. What are they called? Not mimosa. Are they?
വീണ്ടും ഒരു കൂട്ടം കാട്ടി. അവരെല്ലാവരും നമ്മളായി നോക്കി നിൽക്കുക. ഇങ്ങോട്ട് വരാനല്ല, തിരിഞ്ഞോടാനാ. Yes, there. ആ കാട്ടികൾ അവിടെ തന്നെ നിന്നോട്ടെ, അവർ നമ്മൾ ശല്യം ചെയ്യാൻ പോകണ്ട. ഇനി നമുക്ക് നടക്കാം. ഈ കാണുന്ന വെള്ളക്കെട്ട് കണ്ടോ? ഇത് കാട്ടിലെ മൃഗങ്ങൾ സ്വന്തമായിട്ട് കുഴിച്ചേക്കുന്നതാണ്. ചെറിയൊരു ചതുപ്പ് കിട്ടിയാൽ മതി, അവിടെ അവർ ഇതുപോലെ കാണിക്കും. ചൂട് കാലാവസ്ഥയിൽ അവരുടെ ശരീരം തണുപ്പിക്കാനുള്ള ഏക മാർഗമാണിത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ ജനേറ്റിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതും കൂടി കേൾക്കുക. Today we had Satish for ourselves, and we were looking for tigers, but instead we found elephants, little baby ones. We found a gore, there was a baby one there too, and many, many birds. It was beautiful. Thank you.